വെൽക്കം ടു ഇൻസൈറ്റ് JIB. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ് ആണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ പ്രൈം ഫങ്ഷൻസ് ഓഫ് എ ബാങ്ക് ഈസ് ലെൻഡിങ് മണി. ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. ഈ ഡെപ്പോസിറ്റ് ലെൻഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയതെങ്കിൽ മാത്രമേ ബാങ്കുകൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ പ്രൈം ഫങ്ഷൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസിൽ ഒരെണ്ണമാണ് ലെൻഡിങ് മണി. ഈ മണി ലെൻഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഷുഡ് ഫോളോ സൗണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്. സൗണ്ടായിട്ടുള്ള, കൃത്യമായിട്ടുള്ള, ശക്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്ങിന്റെ കണക്കൊടുക്കുന്നതിന്റെ പ്രിൻസിപ്പിൾസ് നിശ്ചയമായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഒരു ബാങ്കിന്റെ അഡ്വാൻസ് പോർട്ട്ഫോളിയോ അതിന്റെ ഡൈനാമിക് പേഴ്സണാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Advanced portfolio of a bank indicates its dynamic personality. A banker should have a thorough knowledge of the requirements of customer. ഒരു കസ്റ്റമറെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. തന്നെയല്ല, അവരെ സഹായിക്കത്തക്കോണം, ലെൻഡ് ചെയ്യത്തക്കോണം വേരിയസ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്, അതാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. ഈ ലെൻഡിങ് ബിസിനസ്സിന് ചില ഇൻഹറന്റ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. കാരണം ബാങ്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ ബോറോഡ് ഫണ്ട്സ്. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തിരിക്കുന്ന ഫണ്ടിന്റെ ബേസിലാണ് നമ്മളിത് ലെൻഡ് ചെയ്യുന്നത്. ഈ തുക പറയുന്ന സമയത്തിന് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതിന് ബാങ്ക് ബാധ്യസ്ഥരാണ്. അപ്പൊ ഈ ലെൻഡിങ് ബിസിനസ്സിന് അതിൻ്റെതായ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞത്, ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തുക കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന കസ്റ്റമർ ഓൺ ഡിമാൻഡ് വി ഹാവ് ടു പേ ഇറ്റ് ബാക്ക്, അല്ലെങ്കിൽ ഓൺ മെച്യൂരിറ്റി വി ഹാവ് ടു പേ ഇറ്റ് ബാക്ക്. അങ്ങനെ വരുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന, ലെൻഡ് ചെയ്തിരിക്കുന്ന തുക ഒരു കസ്റ്റമർ തിരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ തുക കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യേണ്ട ബാധ്യസ്ഥത ബാങ്കിനുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ് ശരിയായ രീതിയിൽ ഫോളോ ചെയ്തിട്ട് വേണം ഈ ലോൺ കൊടുക്കാൻ. കർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് സേഫ്റ്റിയാണ്. സേഫ്റ്റി, രണ്ടാമത്തത് ലിക്വിഡിറ്റി, മൂന്നാമത്തത് പ്രോഫിറ്റബിലിറ്റി, നാലാമത്തത് എന്ത് പർപ്പസിനാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത്, അഞ്ചാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക്, ആറാമത്തത് സെക്യൂരിറ്റി. ഈ 6 കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലെൻഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. സേഫ്റ്റി, എന്താണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് ലെൻഡിങ്. Bank should ensure that the advance is safe and it will come back. ബാങ്ക് ഒരു കസ്റ്റമറെ വിളിച്ച് തുക കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എൻഷുർ ചെയ്തിരിക്കണം കസ്റ്റമർ തിരിച്ചു തരാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് സേഫ് ആണ്, അത് തീർച്ചയായിട്ടും തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പ് ബാങ്കിന് ഉണ്ടാകണം. The banker is a custodian of public funds and lends money entrusted by a depositor to be repaid in accordance with the tenor of the deposit. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റോഡിയൻ ഓഫ് പബ്ലിക് ഫണ്ടാണ്. ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പബ്ലിക് കൊണ്ടുവന്ന് ഫണ്ട് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ഫണ്ട് എടുത്തിട്ടാണ് മണി ലെൻഡ് ചെയ്യുന്നത്. അതായത് ബാങ്കിനെ വിശ്വസിച്ച് ഒരു ഡെപ്പോസിറ്റർ കൊണ്ടുവന്ന് തന്ന തുക എടുത്ത് നമ്മൾ ലെൻഡ് ചെയ്യുമ്പോൾ ബാങ്കിന് അത് തിരിച്ചു കൊടുക്കാനുള്ള അത്രയുമുള്ള ഉത്തരവാദിത്തമുണ്ട്. ടു ബി റീപെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടെനോർ ഓഫ് ദ ഡെപ്പോസിറ്റ്. ചിലപ്പോൾ ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ ലോങ് ടൈം ഡെപ്പോസിറ്റ് ആയിരിക്കും, ചിലപ്പോൾ സേവിങ്സ് ഡെപ്പോസിറ്റ് ആയിരിക്കും, ചിലപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നിന്നുള്ള തുകയായിരിക്കും. എങ്ങനെയാണെങ്കിലും കസ്റ്റമർ ആവശ്യപ്പെടുന്ന സമയത്ത് കസ്റ്റമറുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്കവണ്ണം അത് തിരിച്ചു കൊടുക്കാനുള്ള ബാങ്കിന്റെ ബാധ്യസ്ഥതയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ലോൺ തീർച്ചയായിട്ടും സേഫ് ആയിരിക്കണം, ഇത് തിരിച്ചു കിട്ടുകയും വേണം. ദ റീപേയ്മെന്റ് ഓഫ് ലോൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോറോവേഴ്സ് കപ്പാസിറ്റി ടു പേ. ബോറോവറുടെ ഇത് റീപേയ്മെന്റ് എന്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് പറഞ്ഞാൽ, ഒന്ന് കപ്പാസിറ്റി ടു പേ, അവർക്ക് തിരിച്ചു തരാനുള്ള ഒരു കപ്പാസിറ്റി, ആൻഡ് വില്ലിംഗ്നെസ് ടു പേ, തിരിച്ചു തരാനുള്ള ഒരു മനസ്സ്,
ചിലർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ബാങ്കിന്റെ അല്ലേ ഇത് കൊടുത്തില്ലെങ്കിലും കേസൊക്കെ നടന്നിട്ട് എന്തെങ്കിലും ആട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരാതെ ഒരു വില്ലിങ്നെസ്. മൂന്നാമത്തത് ഇൻകം ജനറേഷൻ. ഈ കൊടുക്കുന്ന തുക എന്തിനു വേണ്ടിയാണോ, എന്ത് പർപ്പസിന് വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്, അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ബാങ്കർ മസ്റ്റ് ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ ഇൻ സാറ്റിസ്ഫൈങ് ദീസ് ആസ്പെക്ട്സ്. ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള തെളിവുകൾ ബാങ്ക് വാങ്ങിക്കണം. അതാണ് ബാങ്കിന്റെ ആദ്യത്തെ ഉത്തരവാദിത്വം, സേഫ്റ്റി എന്നുള്ള കണക്കിൽ. രണ്ടാമത്തത് ലിക്വിഡിറ്റിയാണ്. എൻഷുർ ദാറ്റ് മണി ലെൻഡ് ഈസ് കമ്മിങ് ബാക്ക് ആസ് പെർ ദ റീപേയ്മെന്റ് ഷെഡ്യൂൾ. ഈ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ, അതായത് മന്ത്ലി റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇയർലി ODCC അങ്ങനെയുള്ള അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇൻസ്റ്റാൾമെന്റ് IPS ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സ്കീം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ നമ്മൾ ലോൺ കൊടുക്കുന്ന സമയത്ത് റീപേയ്മെന്റ് എൻവിസേജ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ പൈസ തിരിച്ചു വരുന്നു എന്നുള്ള കാര്യങ്ങൾ ബാങ്ക് എൻഷുർ ചെയ്യണം. ബാങ്ക്സ് അഡോപ്റ്റ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്, ALM, എല്ലാ ബാങ്കിനും ഉള്ളത്. അത് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു എല്ലാ ബാങ്കുകൾക്കും മസ്റ്റായിട്ടുള്ളതാണ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. അസറ്റും ലയബിലിറ്റിയും തമ്മിൽ മാനേജ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്സ് ടു എൻഷുർ മീറ്റിംഗ് ദർ ലയബിലിറ്റീസ് ടു ഡെപ്പോസിറ്റേഴ്സ് ആസ് ദേ അറൈസ്. അതായത് ഈ ലിക്വിഡിറ്റി ഓഫ് ഫണ്ട്, അതായത് ഒരു കസ്റ്റമർ വന്ന് തുക ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കത്തക്കോണം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് എന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നത് അസറ്റ് ലയബിലിറ്റി ALM-ന്റെ ബേസിലാണ്, അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റിന്റെ ബേസിലാണ്. ആ ഒരു പോളിസി ബാങ്ക് അഡോപ്റ്റ് ചെയ്തിരിക്കണം. അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിരിക്കുകയും വേണം. സാധാരണ ബാങ്കുകാർ പ്രിഫർ ഷോർട്ട് ടൈം ലെൻഡിങ് ആസ് ദേ ഹാവ് ടു റീപേ ദ ഡെപ്പോസിറ്റ് ആസ് ആൻഡ് വെൻ ദേ മെച്യൂർ ഓർ ഡിമാൻഡ്. അത് മെച്യൂർ ആകുന്ന സമയത്തോ അല്ലെങ്കിൽ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്തോ ഡെപ്പോസിറ്റ് കൊടുത്തിരിക്കത്തക്കവണ്ണം സാധാരണ ബാങ്കുകാർ പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ടൈം ലെൻഡിങ് ആണ്. ഓൺ നോൺ പേയ്മെന്റ് ദ ബാങ്ക് വിൽ റിസോർട്ട് ടു സെയിൽ ഓഫ് അസറ്റ് ചാർജ്. ഇൻ കേസ് തുക തിരിച്ചടച്ചില്ലെന്നുണ്ടെങ്കിൽ അസറ്റ് ചാർജ് ചെയ്തിരിക്കുന്ന അസറ്റ് ഉണ്ട്, അതായത് സെക്യൂരിറ്റി തന്നിരിക്കുന്ന അസറ്റ് ഉണ്ട്, ആ അസറ്റ് വിറ്റിട്ട് തുക കണ്ടെത്താനുള്ള സാധ്യതയും ബാങ്കിന് ഉണ്ടാകണം. ദ അസറ്റ്സ് മസ്റ്റ് ഹാവ് മാർക്കറ്റബിൾ സെയിലബിൾ വാല്യൂ ടു കവർ ദ ലോൺ ഡ്യൂസ്. ലോൺ ഡ്യൂസ് കവർ ചെയ്യത്തക്കോണമുള്ള മാർക്കറ്റബിൾ അല്ലെങ്കിൽ സെയിലബിൾ ആയിട്ടുള്ള വാല്യൂ അസറ്റിന് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ലിക്വിഡിറ്റിയുടെ ബേസിൽ ബാങ്ക് എൻഷുർ ചെയ്തതാണ്. അടുത്തത് പ്രോഫിറ്റബിലിറ്റിയാണ്. എല്ലാ ബാങ്കും ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബാങ്ക്സ് ആർ കൊമേഴ്സ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് പ്രോഫിറ്റ് ഏണിംഗ് ഈസ് ദ മോട്ടോ ഓഫ് ബാങ്ക്സ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ടു പേ അഡ്യൂക്കേറ്റ് ഡിവിഡൻഡ് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് മതിയായ റീസണബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പേ ചെയ്യത്തക്കോണം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ബാങ്കിന്റെ ബിസിനസ് അല്ലെങ്കിൽ മോട്ടോ. അതുകൊണ്ട് തന്നെ an interest margin of 3 to 4% between lending and borrowing is essential to meet their administrative expense. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മീറ്റ് ചെയ്യത്തക്കോണം 3-4% വ്യത്യാസം ലെൻഡിങ്ങും ബോറോയിങ്ങും തമ്മിൽ ഉണ്ടാകണം. അതായത് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന തുകയും വേറൊരു കസ്റ്റമർക്ക് ആ തുക ലെൻഡ് ചെയ്യുന്നത് തമ്മിൽ 3-4% വ്യത്യാസം ഉണ്ടായെങ്കിൽ മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. പ്രൈസിംഗ് ഓഫ് അഡ്വാൻസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എക്സസൈസ്. അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻസിന്റെ പ്രൈസിങ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ്. അത് ആ രീതിയിൽ നല്ല രീതിയിൽ ഈ ലക്ഷ്യങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഒരു ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാറ്റഗറി ഓഫ് അഡ്വാൻസസ്. എല്ലാ അഡ്വാൻസിനും അല്ലെങ്കിൽ ബാങ്ക് അഡ്വാൻസ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ലോണിനും ഇൻട്രസ്റ്റ് റേറ്റ് സെയിം ആയിരിക്കില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ഡിപ്പെൻഡ് ഓൺ ദ കാറ്റഗറി ഓഫ് അഡ്വാൻസസ്. ഏത് കാറ്റഗറിയിലുള്ള അഡ്വാൻസ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തും ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ദ ബോറോവർ ഓർ റിസ്ക് പെർസെപ്ഷൻ. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് റേറ്റിംഗ്, അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് നല്ല രീതിയിലുള്ള, അതായത് സൗണ്ട് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വില്ലിംഗ്നെസ് ടു പേ ബാക്ക്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് ആണ്, ഇങ്ങനെയൊക്കെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കും. അതല്ല റിസ്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും. It is prudent for the bank to consider the overall profitability from all businesses of a customer. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് അഡ്വാൻസിന് പ്രത്യേകം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ബാങ്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറെ ആസ് എ ഹോൾ ആയിട്ട് എടുത്തിട്ട് കസ്റ്റമർക്ക് പല പ്രോഡക്റ്റുകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരുമിച്ച് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വർക്കൗട്ട് ചെയ്തിട്ടാണ്
ഓരോ ലോൺ കൊടുക്കുന്നത്. ഈ ഫോൺ സർവീസ് ഈസ് നോട്ട് റെമ്യൂണറേറ്റ്. ചില സർവീസിന് നമ്മൾ വളരെ വിലക്കുറവ് കൊടുക്കും, വളരെ പ്രൈസിങ് അല്ലെങ്കിൽ കോസ്റ്റിങ് വളരെ കുറവായിരിക്കും. പക്ഷെ അത് വേറെ ഏതെങ്കിലും സർവീസിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ബാങ്ക് ചെയ്യുന്നത്. ചിലപ്പം ഒരു കസ്റ്റമർക്ക് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധാരണ അഡ്വാൻസ് റേറ്റിന് നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റിനൊക്കെ വളരെ കുറച്ച് കൊടുക്കും. പക്ഷെ അതേസമയം മറ്റ് ചില ടൈപ്പ് ഓഫ് സർവീസിന് നമ്മൾ അതിന്റെ ചാർജ് കൂടുതലായിട്ട് വാങ്ങിക്കും. ഇതിനുവേണ്ടി കണ്ടക്ട് കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, CPA, കസ്റ്റമറുടെ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, അതായത് വേരിയസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ദ കസ്റ്റമർ ഈസ് ഹാവിംഗ് വിത്ത് ദ ബാങ്ക്. ബേസ്ഡ് ഓൺ ദാറ്റ് വി പ്രൈസ് എ പ്രോഡക്റ്റ്. ഇതാണ് പ്രോഫിറ്റബിലിറ്റി സംബന്ധിച്ചത്. ഇനി പർപ്പസ്. ബാങ്ക്സ് കനോട്ട് ലെൻഡ് ബ്ലൈൻഡ്ലി ടു എനി കസ്റ്റമർ ഓർ എനി പർപ്പസ്. ബാങ്കിന് ഏത് കസ്റ്റമർക്കും എന്ത് പർപ്പസിനും വേണ്ടി കൊടുക്കാൻ ഒക്കുകയല്ല. ബാങ്ക്സ് ലെൻഡ് ടു പ്രൊഡക്റ്റീവ് പർപ്പസ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിന് മാത്രമേ, അതായത് അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യുമെന്ന് തീർച്ചയായിട്ടുള്ള പർപ്പസിന് മാത്രമേ ബാങ്ക് ലെൻഡ് ചെയ്യുള്ളൂ. ലോൺസ് ഫോർ അൺഡിസൈറബിൾ ആൻഡ് സ്പെക്കുലേറ്റീവ് പർപ്പസ് കനോട്ട് ബി ഗ്രാന്റഡ്. അതുകൊണ്ട് തന്നെ അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള പർപ്പസസിന് ലോൺ ഒരു കാരണവശാലും കൊടുക്കാറില്ല. RBI ഹാസ് സ്പെസിഫൈഡ് സർട്ടൻ പ്രൊഹിബിറ്റഡ് സെക്ടേഴ്സ് ഫോർ ലെൻഡിങ്. അതുപോലെ ലെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ സ്പെക്കുലേറ്റീവ് പർപ്പസ്, അൺഡിസൈറബിൾ പർപ്പസ് അത് RBI കൃത്യമായിട്ട് സ്പെസിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക്സ് ഓൾസോ ലെൻഡ് ഫോർ കൺസംഷൻ പർപ്പസസ് സച്ചസ്, ഈ സാധാരണ ജനറൽ നാച്ചുറൽ ഉള്ളതല്ലാതെ മറ്റു രീതിയിലുള്ള പേഴ്സണൽ ലോൺസ്, ലോൺ ഫോർ മെഡിക്കൽ എക്സ്പെൻസ്, എഡ്യൂക്കേഷൻ എക്സ്പെൻസ്, ലെഷർ ട്രാവൽ ആൻഡ് ടൂർ, വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ എക്സെട്ര. ഈ ടൈപ്പിലുള്ള ലോണും ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പർപ്പസ്. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക്. ഈ റിസ്കിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. റിസ്ക് കൂടുന്നതിനനുസരിച്ച് പ്രൈസിന്റെ കോസ്റ്റ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടും. അതുപോലെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടസാധ്യതകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് ബാങ്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് അനദർ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ഗവേണിംഗ് ലെൻഡിങ്. ലെൻഡിങ്ങിനെ ഗവേൺ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഡൈവേഴ്സിഫിക്കേഷൻ. A banker should avoid concentration risk. Concentration risk എന്ന് പറഞ്ഞാൽ not expose the bank to a single group. ഒരു ഗ്രൂപ്പിലുള്ള അവർക്ക് വേണ്ടി മാത്രമായിട്ട് സിംഗിൾ ഓർ ഗ്രൂപ്പ് ഓഫ് ബോറോവർ ഓർ പർപ്പസ് ഓർ ജിയോഗ്രഫി. ഇതിപ്പോ ഒരേ ഏരിയയിലുള്ളവർക്ക് മാത്രമോ, അല്ലെങ്കിൽ ഒരേ ടൈപ്പിനുള്ള ബിസിനസ്സിന് മാത്രമോ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് മാത്രമോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർക്ക് മാത്രമോ ആയിട്ട് ബാങ്ക് മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം പല വിധത്തിലുള്ള പല രീതിയിലുള്ള പ്രോഡക്റ്റിനെ കൊടുത്തില്ല. കാരണം ഒരു റിസ്കിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റേ റിസ്കിൽ അത് മാനേജ് ചെയ്തു പോകാൻ ബാങ്കിനോക്കണം. ആൻഡ് ഇൻഡസ്ട്രി ഓർ ട്രേഡ് മേ ബി സബ്ജക്ട് ടു ബിസിനസ് സൈക്കിൾസ്. ഓരോ ബിസിനസിന്റെ സൈക്കിൾസിനനുസരിച്ച് ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ട്രേഡില്, ബിസിനസ്സില് ഏറ്റക്കുറവുകൾ വരാം. സെയിൽസില് അല്ലെങ്കിൽ പ്രൊഡക്ഷനില്, മാനുഫാക്ചറിങ്ങില്, മാർക്കറ്റിങ്ങില് ഒക്കെ ഏറ്റക്കുറവ് വരാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഷാർപ്പ് ഫ്ലക്ച്വേഷൻ വന്നാൽ നമ്മുടെ ബാങ്കിന്റെ പ്രോഫിറ്റബിലിറ്റി അഫക്ട് ചെയ്യാതിരിക്കത്തക്ക രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റിസ്ക് ബാങ്ക് ഏറ്റെടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസിന്റെ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ കൺട്രി മേ പാരലൈസ് ബിസിനസ് ഇൻ ദാറ്റ് ഏരിയ. നമുക്കറിയാം, ഹർത്താലൊക്കെ നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. ബന്ദ് നടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വന്നുകൊണ്ട് ഇൻ കേസ് നമ്മൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നിർത്തിയിട്ട് അടുത്ത വേറെ ഏതെങ്കിലും പോർട്ട്ഫോളിയോയിലേക്ക് കൂടുതലായിട്ട് ലെൻഡ് ചെയ്തു തുടങ്ങും. നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് എർത്ത് കേക്സ്, ഫ്ലഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യാം. ഇത് വരുമ്പോഴും ഈ ബിസിനസ്സുകാർക്ക് ചിലപ്പോൾ ബിസിനസ് ചെയ്യാനൊക്കാതെ വരും, അവർക്ക് ബുദ്ധിമുട്ടുകൾ വരും, നഷ്ടം വരും, കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടുകൊണ്ട് മറ്റു രീതിയിലുള്ള ബിസിനസ്സിലേക്ക് ബാങ്ക് ഫണ്ട് ഡൈവേർട്ട് ചെയ്യും. ഇൻ എ ഫ്രീ ആൻഡ് ഗ്ലോബലൈസ്ഡ് മാർക്കറ്റ്, ഫെയിലിയർ ഇൻ വൺ സെക്ടർ അഫക്ട്സ് ദി അതർ. ഒരു ഗ്ലോബലൈസ്ഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരു സെക്ടറിലുള്ള ഫെയിലിയർ ചിലപ്പോൾ മറ്റ് സെക്ടറിലുള്ളവയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഈ റിസ്ക്, ഇതുപോലെയുള്ള റിസ്കുകളെല്ലാം ഡൈവേഴ്സിഫൈ ചെയ്ത് പല രീതിയിലുള്ള പ്രോഡക്റ്റ് ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കാര്യം. അത് പല രീതിയിലുള്ള പ്രോഡക്റ്റ് കസ്റ്റമർക്ക്, അതുപോലെ പല ജിയോഗ്രഫിയിൽ എങ്ങനെയുള്ള ആ കാര്യങ്ങൾ, അതുപോലെ പല പർപ്പസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഹൗസിംഗ് ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, കാർ ലോണ്, പേഴ്സണൽ ലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അറിയാം എന്ത് പർപ്പസിന് വേണ്ടിയാണ് കൊടുക്കുന്നത്, ഏതിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഈ NPA ആയിട്ടുള്ള അക്കൗണ്ടുകൾ കൂടുതൽ വരുന്നത് ഏതിലാണോ ആ ടൈപ്പ് നമ്മൾ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിർത്തിയിട്ട് മറ്റുള്ളതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഓഫേർഡ് മേ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് വെറൈറ്റി ഓഫ് ഐറ്റംസ്. ഈ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നത്
പല ടൈപ്പിലുള്ള ഐറ്റം ഉണ്ടാവും. ലാൻഡ്, ബിൽഡിങ്, ഫ്ലാറ്റ്, ഷോപ്പ്, ഓർണമെന്റ്സ്, ഇൻഷുറൻസ് പോളിസീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്. ഇങ്ങനെയുള്ള ഒരുവിധം ലിക്വിഡ് ആയിട്ടുള്ള, അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെക്യൂരിറ്റി, പെട്ടെന്ന് പൈസ നമുക്ക് റിയലൈസ് ചെയ്യാൻ ഒക്കുന്ന ടൈപ്പിലുള്ള സെക്യൂരിറ്റി ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത്. ഈവൻ ദർ മേ ബി കേസസ് വേർ നോ സെക്യൂരിറ്റി. ചില പേഴ്സണൽ ലോണിലുള്ള സാധാരണ നമ്മൾ കസ്റ്റമറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി എടുക്കാതെ കൊടുക്കും. അതും ഒരു റിസ്ക് ആണ്. അതിൻ്റെതായ രീതിയിൽ പ്രൈസിങ്ങും അല്ലെങ്കിൽ കോസ്റ്റിങ്ങും ബാങ്ക് കൂടുതൽ എടുക്കാറുണ്ട്. സെക്യൂരിറ്റി ഈസ് ഓൺലി എ cushion to fall back upon in case of need. എല്ലാവരുടെ കേസിലും ഈ സെക്യൂരിറ്റി സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ വരില്ല. ആവശ്യം ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലും ആവശ്യം വരികയാണ്, അതായത് കസ്റ്റമർ പൈസ അടയ്ക്കാൻ ഒക്കുന്നില്ല, കസ്റ്റമർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ ബിസിനസ് നഷ്ടത്തിലായി, അങ്ങനെയുള്ള സമയത്താണ് ഇറ്റ് ഇസ് എ കുഷ്യൻ ടു ഫോൾ ബാക്ക് സെക്യൂരിറ്റി. അതായത് ബാങ്കിന് നഷ്ടം വരരുത്, അതിനുവേണ്ടി ഒരു കുഷ്യൻ ആയിട്ടാണ് ഈ സെക്യൂരിറ്റി ഉപയോഗിക്കുന്നത്. സാധാരണ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ഡോക്യുമെന്റും, സെക്യൂർഡ് ആവാൻ വേണ്ടി എല്ലാവിധ ഡോക്യുമെന്റും നമ്മൾ വാങ്ങിക്കാറുണ്ട്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ കൊടുത്താൽ ഒരു കാരണവശാലും അവൻ തിരിച്ചടയ്ക്കുകയില്ല എന്നൊരു ധാരണയുടെ പുറത്താണ് ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ഏതൊക്കെ രീതിയിൽ ബാങ്കിന് ഈ പൈസ വസൂലാക്കാൻ കഴിയുമ്പോൾ അതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് എല്ലാം പ്രയറായിട്ട്, മുൻകൂറായിട്ട് ബാങ്കുകൾ വാങ്ങിച്ചു വെക്കാറുണ്ട്. The 7 C's of credit is another conceptual framework used by financial institutions. ഉദ്ദേശിച്ചിരിക്കുന്ന 7 C, ക്രെഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം 7 C's ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. And other non-bank lenders to evaluate the creditworthiness of a borrower as well as the strength of an overall borrowing request. ഒരു ബോറോയിങ് റിക്വസ്റ്റിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കസ്റ്റമറെ മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന 7 C's of credit. 7 C's എന്ന് പറഞ്ഞാൽ C തുടങ്ങുന്ന 7 വാക്കുകളുടെ ബേസിൽ. ഒന്ന്, ക്യാരക്ടർ. നമുക്കറിയാം കസ്റ്റമറുടെ സ്വഭാവം നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലോൺ കൊടുക്കാറില്ല. കപ്പാസിറ്റി, ഈ ബിസിനസ് ഏറ്റെടുത്ത് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ അസർട്ടൻ ചെയ്യണം. അപ്പൊ ക്യാരക്ടർ നമ്മൾ അസർട്ടൻ ചെയ്യണം, കപ്പാസിറ്റി നമ്മൾ അസർട്ടൻ ചെയ്യണം. ക്യാപിറ്റൽ, അത്യാവശ്യം ബിസിനസ്സിന് ക്യാപിറ്റൽ കൊണ്ടുവരാനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം അസർട്ടൻ ചെയ്യണം. കൊളാറ്ററൽ, സെക്യൂരിറ്റി ആയിട്ട് എന്ത് തരും, ആവശ്യത്തിന് മതിയായ സെക്യൂരിറ്റി തരാൻ കഴിവുള്ളവനാണോ എന്നുള്ള കാര്യം അസർട്ടൻ ചെയ്യണം. കണ്ടീഷൻസ്, ബാങ്ക് പറയുന്ന കണ്ടീഷൻസ് പാലിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അസർട്ടൻ ചെയ്യണം. ക്യാഷ് ഫ്ലോ, സിസ്റ്റത്തിൽ നിന്ന് ആവശ്യത്തിന് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നു എന്നുള്ളതും അസർട്ടൻ ചെയ്യണം. പിന്നെ ക്രെഡിറ്റ് വർത്തിനെസ്, കസ്റ്റമറുടെ ക്രെഡിറ്റ് വർത്തിനെസ്, കസ്റ്റമറെ വിശ്വസിക്കാനോ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ, അതായത് പുള്ളിയുടെ വർത്ത് എന്താണെന്നുള്ള ക്രെഡിറ്റ് വർത്തിനെസ് ഒരു ലോണിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറെ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യാനൊക്കെ, എത്രമാത്രം വിശ്വസിക്കാനൊക്കെ എന്ന് ഉള്ളതാണ് ക്രെഡിറ്റ് വർത്തിനെസ്. ഇങ്ങനെയുള്ള 7 കാര്യങ്ങൾ, അതാണ് ക്യാരക്ടർ, കപ്പാസിറ്റി, ക്യാപിറ്റൽ, കൊളാറ്ററൽ, കണ്ടീഷൻ, ക്യാഷ് ഫ്ലോ ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്. ഇത്രയും കാര്യങ്ങളാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് യൂസ്ഡ് ബൈ എ ബാങ്ക് വെൻ അനലൈസിങ് എ ലോൺ പ്രപ്പോസൽ. താങ്ക് യു.